നമസ്കാരം. യോഗീൻ യാത്രയിലേക്ക് വീണ്ടും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മുടെ 5-ാമത്തെ ദിവസമാണ്. ഈ 4 ദിവസം കഴിഞ്ഞപ്പോഴും എല്ലാവർക്കും ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. കാരണം കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട്, സാർ നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, മനസ്സ് കുറച്ചുകൂടി ശാന്തമായിട്ട് വരുന്നുണ്ട്, ഫീൽ മോർ റിലാക്സ്ഡ് എന്നുള്ളതാണ് അല്ലേ. പ്രോപ്പർ റിലാക്സേഷൻ വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അത് അതുണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിലൊരു സക്സസ് ഉണ്ടാവുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, മനസ്സെപ്പോഴും ഡിസ്ട്രാക്റ്റഡ് ആണ്, പ്രോപ്പറായിട്ട് റിലാക്സേഷൻ കിട്ടുന്നില്ല. അത് ഏത് തലത്തിലാണെങ്കിലും, മനസ്സുകൊണ്ടാണെങ്കിലും ശരീരം കൊണ്ടാണെങ്കിലും. പിന്നെ ബാക്കിയെല്ലാം പൊട്ടൻഷ്യലായിട്ട് നടക്കുമോ കാര്യങ്ങളൊക്കെ? ഒരിക്കലും നടക്കില്ല അല്ലേ. സ്വാമി വിവേകാനന്ദ സ്വാമികൾ പറയണതിൽ ഒരു ബെറ്റർ ലൈഫ് നമ്മൾ ജീവിതത്തിൽ കൊണ്ട് നടക്കണമെങ്കിൽ, നമുക്ക് ലൈഫിൽ നമ്മൾ സക്സസീവ് ആവണമെങ്കിൽ, ആവണമെങ്കിൽ അതിൽ വൺ ഓഫ് ദ മെയിൻ പോയിൻറ്റ്സ് പ്രോപ്പർ റിലാക്സേഷൻ. ബാക്കി വരുന്നുണ്ട്, പ്രോപ്പർ ഡയറ്റ്, പ്രോപ്പർ ഫുഡ്, പ്രോപ്പർ എക്സസൈസ്, മെഡിറ്റേഷൻ, ഇതൊക്കെ എൻ്റെ ഭാഗമാണ്. അപ്പം അതിൻ്റെ ഒരു ഭാഗം നമ്മളിപ്പോൾ ഒരു ഏഡ് മാത്രം എടുത്ത് നമ്മൾ ഈ ചെയ്യണം എന്നാലോചിച്ച് നോക്കണം, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എനിവേ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന് കേട്ടതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. കാരണം കുറച്ച് ആളുകളെങ്കിലും ഇങ്ങനെ റിലാക്സ്ഡായി ജീവിതത്തിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളത് കേട്ടതിൽ വളരെ സന്തോഷം. അപ്പം അത് മാത്രമേ എനിക്ക് മതി, എന്നെ സംബന്ധിച്ചോളം അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാൻ ഒട്ടുമിക്ക മെസ്സേജ് അയക്കുന്ന ആളുകൾക്ക് റിപ്ലൈ കൊടുക്കാറുണ്ട്, ഞാൻ തന്നെ കൊടുക്കാറുണ്ട്. സോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൂടുതൽ ആധികാരികമായിട്ട് പറഞ്ഞ് ഞാൻ കൊളാക്കത്തില്ല. സോ എന്ത് ചെയ്യണം, നമ്മൾ യൂഷ്വൽ ജോയിൻ്റ് എക്സസൈസുകളൊക്കെ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ക്ലാസ്സിൽ വരുന്ന സമയങ്ങളിൽ ഞാൻ പറഞ്ഞു തീർക്കാം. കുറേയൊക്കെ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഏത് പ്രശ്നമുള്ള ആളുകൾക്ക് ചെയ്യാതെ കേട്ടോ. കുറേ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇന്ന പ്രശ്നമുള്ള ആളുകൾക്ക് ചെയ്യാമോ? അതൊന്നൊരു പ്രശ്നം, ധൈര്യമായിട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇതിലെന്താ ഉള്ളത്? മനസ്സിനെന്ന് ചലിപ്പിക്കുക അല്ലേ, ശ്വാസഗതി ഒന്ന് ചലിപ്പിക്കുക, വേറെ ഒന്നുമില്ല. സോ ജോയിൻ്റ് എക്സസൈസ് പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, കാല് വിരൽ മടക്കുക. 1 2 1 2 1 2 1 2 1 2 1 2. ഫീറ്റ് 1 2 1 2 1 2 1 2 1 2 1 2. ആംഗിൾ റൊട്ടേഷൻ 1 2 3 4 5. തിരിച്ച് 1 2 3 4 and 5. കാൽമുട്ട് മടക്കുക. 1 2 1 2 1 2 1 2 1 2 1 2. ഓക്കെ, ഫൈൻ. എന്ത് ചെയ്യണം? കയ്യ അല്ലേ, കൈയുടെ വിരൽ മുന്നോട്ട് നീട്ടുക. 1 2 1 2 1 2 1 2 1 2 1 2. റിസ്റ്റ് 1 2 3 4 5. തിരിച്ച് 1 2 3 4 5. എൽബോ 1 2 1 2 1 2 1 2 1 2 1 2 1 2. ഷോൾഡർ റൊട്ടേഷൻ 1 2 3 4 5. തിരിച്ച് 1 2 3 4 and 5. ഓക്കെ, ഫൈൻ. നെക്ക് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ചെയ്യണം. സോ 1 ഹെഡ് അപ്പ്, ചിൻ അപ്പ്, 2 ഹെഡ് ഡൗൺ, ചിൻ ഡൗൺ, 1 ഹെഡ് അപ്പ്, ചിൻ അപ്പ്, 2 ഹെഡ് ഡൗൺ, ചിൻ ഡൗൺ, 1 ഹെഡ് അപ്പ്, ചിൻ അപ്പ്, head down, chin down, head up, chin up, head down, chin down, head up, chin up, head down, chin up, head up, chin up, head down, chin down. Now side to side. Now 1 towards your right, back to center, left, back to center, 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 right, last one, back to center
ആൻഡ് ലെഫ്റ്റ്. ഓക്കെ, നൗ ബാക്ക് ടു ദ സെൻറ്റർ. ഇത്രയും കാര്യങ്ങൾ ചെയ്തു. പിന്നെ ഓവറോൾ ബോഡി സ്ട്രെച്ച് ചെയ്തു അല്ലേ, അതുകൊണ്ട് ചെയ്തേക്കാം. എന്ത് ചെയ്യണം? കാൽ നീട്ടി വയ്ക്കുക, ലേശം കാൽപാദങ്ങൾ അകത്തി വെക്കണം, കൈകൾ മുന്നിൽ വെച്ചോളൂ. നൗ എന്ത് ചെയ്യണം? 1 മുന്നോട്ടേക്ക് സാധിക്കുന്ന പോലെ ഫോർവേഡ് ചെയ്യും, നിങ്ങൾക്ക് പറ്റുന്ന പോലെ കേട്ടോ. ഞാൻ എപ്പോഴും പറയണു, ഇങ്ങനെ പുഷ് ചെയ്യാൻ ശ്രമിക്കണ്ട കേട്ടോ. തിരിച്ചു വരാം. 2 1 and 2 1 2 1 2 1 2 1 2 1 2 1 and 2. ഓക്കെ, ഫൈൻ. സോ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജോയിൻ്റ് എക്സസൈസുകളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തുടങ്ങി ബ്രീത്തിങ് എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്തു അല്ലേ. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? കൈ മുന്നോട്ടേക്ക് പൊക്കും, താഴേക്ക് വെക്കുന്നു അല്ലേ, അത് ചെയ്തു. പിന്നെ സൈഡ് എടുത്തു അല്ലേ, പിന്നെ ഇങ്ങനെ എടുത്തു. എല്ലാ ദിവസവും നമ്മൾ ഓരോ ബ്രീത്തിങ്സ് ആഡ് ചെയ്ത് പോകും. ബ്രീത്തിങ് വളരെ ഇമ്പോർട്ടൻ്റാണ്. അതിന് സഹജ പ്രാണായാമങ്ങളൊന്നും കൂടി എടുക്കാം. ഹഠയോഗത്തിൽ അഷ്ടകുംഭകങ്ങൾ എന്ന് പറയുന്ന പ്രാണായാമങ്ങൾ പറയുന്ന അങ്ങനെയാണ്. അതിലേക്ക് എത്താനായിട്ട് സഹജ പ്രാണായാമങ്ങൾ അഭ്യസിക്കണം. എന്ന് വെച്ചാൽ കുറച്ച് ബ്രീതിങ് എക്സസൈസസ് എന്ന പോലെ എടുത്തോ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് ഹഠയോഗത്തിൽ പഠിക്കുന്നവർക്കാണ്. അപ്പോൾ അത് നമുക്ക് അല്ലാതെയും ഇതിനെ സ്വാധീനിക്കപ്പെടാം. എങ്ങനെ? ഇങ്ങനെയുള്ള പ്രാണായാമങ്ങൾ കൂടി. ഇത് പ്രാണായാമമാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? കൈകൾ ചെയ്യാം. നിവർന്നിരിക്കാം, നിവർന്ന് നിൽക്കാം, ഇരുന്ന് തന്നെ ചെയ്യണം നിർബന്ധമില്ല. നിന്നോളൂട്ടാ. ഇരിക്കുന്നവർക്ക് ഒരു നിർബന്ധമില്ല. യു ക്യാൻ സ്റ്റാൻഡ് അപ്പ്. ഓക്കെ, സോ inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. Last one, inhale, exhale. Okay, now again sideways extension. Like now, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, last one, inhale, exhale. ഓക്കെ, ഫൈൻ. ഇനി എന്ത് ചെയ്തു? കൈയുടെ മൂവ്മെൻ്റ് അല്ലേ. ശ്വാസം എടുക്കുന്നവർ കൈകളെടുത്ത് മുകളിലേക്ക് എടുത്ത് താഴേക്ക് വേണം. ഓക്കെ, സോ ശ്വാസഗതിയെയും നമ്മുടെ ശരീരത്തിൻ്റെ ചലനത്തിനെയും ഒരുപോലെ കൊണ്ടുപോകാൻ പഠിക്കണം കേട്ടോ. ഭാവിയിൽ അങ്ങനെ ആക്കിയെടുക്കണം കേട്ടോ. ശ്രദ്ധിക്കണേ, നല്ല ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. കൈയുടെ മൂവ്മെൻ്റ് അനുസരിച്ച് ശ്വാസം എടുത്ത് ഹോൾഡ് ചെയ്ത് ഇത്രയും മുകളിലേക്ക് വലിച്ച് നിർത്തി എക്സേൽ വിത്ത് കൺട്രോൾ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര സമയം എടുത്ത് വേണം ചെയ്യാം. ഇതിപ്പോൾ നമ്മളിപ്പോൾ നോർമൽ ആളുകൾക്ക് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഇപ്പോൾ ചെയ്യുന്നതാണ്. ഇത് വേണമെങ്കിൽ വളരെ ഡീപ്പായിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഇതിപ്പോൾ ശ്വാസം എടുത്ത് തീർന്നിട്ടുള്ളൂ. നിങ്ങൾ ഹോൾഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ മുകളിലേക്ക് വലിച്ചെടുത്ത് എക്സേൽ ചെയ്യും. അതിലും സമയം എടുത്ത്, അപ്പോൾ സമയം കൂടുതൽ എടുക്കാം. നമുക്ക് അരമണിക്കൂർ സമയമേ ഉള്ളൂ. അപ്പോൾ അവനെ നിങ്ങൾക്ക് ഡെപ്ത് ഡീപ്പ് ഇൻ ടു ദ ബ്രീതിങ് എത്ര വേണേലും നിങ്ങൾക്ക് സഞ്ചരിക്കാം കേട്ടോ. അത്രയും നിങ്ങൾ ശ്രദ്ധാകുലനും ആ രീതിയിൽ നിങ്ങൾക്ക് വേറെ തലത്തിൽ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റും. സമയമുള്ളൊക്കെ പ്രാക്ടീസ് ചെയ്യും. സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോ, ഞാൻ പറഞ്ഞുതരാം. സോ ഇപ്പോൾ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ആളുകൾ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. തുടക്കത്തിലേ തന്നെ കാല് വയ്ക്കണമെന്നില്ല. എനിവേ, സോ എന്ത് ചെയ്യണം? ചെയ്യാം അല്ലേ. കൈ താഴെ വെച്ചോളൂ. ഇൻഹേൽ, ഹോൾഡ് ചെയ്യുക, കൈ മുകളിലേക്ക് വലിച്ചു നിർത്തുന്നു. ഇത് എക്സേൽ,
ഇങ്ങനെ ഇൻഹേൽ ചെയ്യുക. ഹോൾഡ് ചെയ്യുക. കൈ മുകളിലേക്ക് വലിച്ചു നിർത്തുക. എക്സ്ഹേൽ. ഇങ്ങനെ ഇൻഹേൽ ചെയ്യുക. ഹോൾഡ് ചെയ്യുക. കൈ മുകളിലേക്ക് വലിച്ചു നിർത്തുക. എക്സ്ഹേൽ. ഇങ്ങനെ ഇൻഹേൽ ചെയ്യുക. ഹോൾഡ് ചെയ്യുക. കൈ മുകളിലേക്ക് വലിച്ചു നിർത്തുക. എക്സ്ഹേൽ. വൺ മോർ. ഇൻഹേൽ ചെയ്യുക. ഹോൾഡ് ചെയ്യുക. കൈ മുകളിലേക്ക് വലിച്ചു നിർത്തുക. എക്സ്ഹേൽ. ഓക്കെ, നേരെ തിരിച്ച് ചെയ്യണം അല്ലേ? ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നേരെ റിവേഴ്സ്. ഇതിൻ്റെ റിവേഴ്സ് എങ്ങനെ ചെയ്യണം? എങ്ങനെ ചെയ്യാം? കൈ മുകളിലേക്ക് ചെയ്യാം. സോ ഇൻഹേൽ ചെയ്യുക. ഇവിടെ ഹോൾഡ് ചെയ്യുക. താഴത്തേക്ക് നെഞ്ചോട് ചേർത്ത് കൊണ്ടുവരിക. വിത്ത് എക്സ്ഹേൽ. ഇൻഹേൽ. ഹോൾഡ് ചെയ്യുക. എക്സ്ഹേൽ. ഇൻഹേൽ. ഹോൾഡ് ചെയ്യുക. നെഞ്ചോട് ചേർത്ത് കൊണ്ടുവരിക. ഹോൾഡ് ചെയ്തോട്ട് കേട്ടോ. എക്സ്ഹേൽ. 2 more. ഇൻഹേൽ. ഹോൾഡ് ചെയ്യുക. താഴേക്ക് കൊണ്ടുവരിക. എക്സ്ഹേൽ. ലാസ്റ്റ് ഇൻഹേൽ. ഹോൾഡ് ചെയ്യുക. എക്സ്ഹേൽ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമ്മൾ പിന്നെ എന്ത് ചെയ്തു? അടുത്ത ബ്രീത്തിങ് എന്താ ചെയ്ത് പഠിച്ചേ? ശ്വാസം എടുക്കുന്നു, എക്സേൽ ചെയ്യുമ്പോൾ വായക്കടെ എക്സേൽ ചെയ്യണം. ഓക്കെ, ചെയ്യാം. 5 പ്രാവശ്യം ചെയ്യണം അല്ലേ? സോ സിറ്റ് സ്ട്രൈറ്റ്, നിവർന്നിരിക്കുക, നിവർന്ന് നിൽക്കാം. ശ്വാസം എടുക്കുക, മൂക്കിയുടെ എടുക്കുക, വായക്കടെ പുറത്തേക്ക് ഇടുക കേട്ടോ. അപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ശ്വാസം എടുക്കുന്നതിനേക്കാളും സമയം കൂടുതൽ കൊടുക്കുക ശ്വാസം പുറത്തേക്ക് വിടുന്നതിലേക്ക്. പിന്നെ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ശ്വാസം എടുക്കും മൂക്കിയുടെയും, ശ്വാസം പുറത്തേക്ക് ഇടുമ്പോൾ വായകടെ എക്സേൽ ചെയ്യുക കേട്ടോ. ശ്രദ്ധിക്കണം. സോ ചെയ്ത് നോക്കാം. സോ സിറ്റ് സ്ട്രൈറ്റ് ഓർ സ്റ്റാൻഡ് ഡിറക്റ്റ്. നിന്നുകൊണ്ട് ചെയ്യാം കേട്ടോ. എപ്പോഴും ഓർമ്മിപ്പിക്കണം. എനിവേ, മൂക്കിയുടെ ശ്വാസം എടുക്കുക, ഇൻഹേൽ ചെയ്യുക. എക്സേൽ ത്രൂ യുവർ മൗത്ത്. എക്സേൽ. ഇൻഹേൽ. എക്സേൽ. Inhale. Exhale. Two more. Inhale. Last one. Inhale. Exhale. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്രീത്തിങ് നമ്മൾ മൂക്കിയുടെ ശ്വാസം എടുത്തു, വായകടെ പുറത്തേക്ക് വിട്ടു എങ്കിൽ അതിനെ റിവേഴ്സ് ചെയ്യണം. എന്താ? വായകടെ ശ്വാസം എടുക്കണം, എന്നിട്ട് മൂക്കിയുടെ എക്സേൽ ചെയ്യണം. ഓക്കെ, പല പല ഗുണങ്ങളുണ്ട് കേട്ടോ അതൊക്കെ ചെയ്യണതിന്. അതൊക്കെ പറയാൻ കഴിഞ്ഞാൽ ക്ലാസ്സിൽ കുറേ സമയം പോകും കേട്ടോ. എല്ലാ ബ്രീത്തിങ്ങിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിക്കോളും, ശാരീരിക തലത്തിലും മാനസിക തലത്തിലും. ഓക്കെ, സോ എന്ത് ചെയ്യണം? വായകടെ ശ്വാസം എടുക്കണം, exhale through your nostrils. ചെയ്ത് നോക്കാം. സോ inhale. Now exhale. Inhale. Exhale. Inhale. Exhale. Inhale. Exhale. Last one. Inhale. Exhale.
ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരെ ചെയ്തത്. പിന്നെ ഡീപ്പ് റിലാക്സേഷനിലേക്ക് നമ്മൾ പോയി അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ബ്രീത്തിങ് പഠിക്കണം. ഓക്കെ, അത് ഇത്രയേ ഉള്ളൂ. ശ്വാസം മുഖയിൽ എടുത്തിട്ട് ഇൻഹേൽ ത്രൂ യുവർ നോസ്ട്രിൽസ്, എക്സേൽ ചെയ്യുമ്പോൾ ഒരു വണ്ട് മൂളുന്ന ശബ്ദത്തോടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഒരു പെൺവണ്ട് മൂളുന്ന ശബ്ദം എന്ന് പറയാം. നല്ല സ്വീറ്റ് ഹമ്മിങ് സൗണ്ട് ആയിരിക്കും. ഹസ്കിനെസ് സൗണ്ട് അല്ല, സ്വീറ്റ് സൗണ്ട്. അപ്പോൾ ഉള്ളിലൊരു സന്തോഷം ഉണ്ടാവണം അല്ലേ. സ്വീറ്റ് സൗണ്ട് വേണമെങ്കിൽ എന്താ, ഉള്ളിലും സ്വീറ്റ്നെസ്, ഉള്ളിൽ ഹാപ്പിനെസ് ഉണ്ടാവണം. അതെങ്ങനെ വരിക നോക്കിക്കോളൂ, കാണിച്ചു തരാം. ശ്വാസം മൂക്കിൽ എടുക്കുക, എക്സേൽ ചെയ്യും മൂക്കിൽ തന്നെ. അങ്ങനെ. അപ്പം ഉള്ളിലൊരു സന്തോഷം, മുഖത്തൊരു പുഞ്ചിരിയൊക്കെ ഉണ്ടാവണം. അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു 5 പ്രാവശ്യം ചെയ്യാം. ചെയ്ത് നോക്കാം. സോ നിവർന്നിരിക്കാം, നിവർന്ന് നിൽക്കാം. സോ ചെയ്ത് നോക്കുക. ശ്വാസം എടുക്കുക, ഇൻഹേൽ ചെയ്യാം. എക്സേൽ ചെയ്യാം. Inhale. Two more. Inhale. Last one. Inhale. ഓക്കെ, ഫൈൻ. ഇപ്പം തന്നെ ഭയങ്കര കാംനെസ് ആയിരിക്കും ചെയ്യുമ്പോൾ. അങ്ങനെയാണത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് കിടന്നിട്ടുള്ള റിലാക്സേഷൻ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് കിടക്കാം. സോ യു ക്യാൻ ലേ ഡൗൺ ഓൺ യുവർ ബാക്ക്. എന്നിട്ട് ശവാസൻ, ലെഗ്സ് അപ്പാർട്ട്, ഹാൻഡ്സ് അപ്പാർട്ട്. ലേശം കാൽപാദങ്ങൾ അകത്തി വയ്ക്കുക, കൈപ്പത്തികൾ അകത്തി വയ്ക്കുക. കൈ മലർത്തി വെക്കണം കേട്ടോ. കണ്ണുകളടച്ച് സുഖമായിട്ട് കിടക്കുക കേട്ടോ. റിലാക്സ്ഡ് ആയിട്ട് കിടക്കുക. ഇനി അബ്ഡോമിനൽ ബ്രീത്തിങ് ഒന്നും ചെയ്യണമെന്നില്ല. അബ്ഡോമിൻ്റെ മൂവ്മെൻറ്റിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ശ്വാസം എടുത്ത് വിടുക. എന്ന് വെച്ചാൽ ആദ്യമേ ചെയ്തുകൊണ്ടിരുന്ന ഡീപ്പ് ബ്രീതിങ്, ഇൻഹേൽ ചെയ്യുമ്പോൾ അബ്ഡോമിൻ എക്സ്പാൻഡ് ചെയ്യുന്നു, എക്സേൽ ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് വലിയണു. അത് ചെയ്യണ്ട, അതിൻ്റെ ആവശ്യമില്ല. എന്ത് ചെയ്യണം? ജസ്റ്റ് ഒബ്സർവ്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യാറ്? അബ്ഡോമിൻ്റെ മൂവ്മെൻറ്റിലേക്ക് മാത്രം ഒന്ന് ഒബ്സർവ് ചെയ്യണം, ഒന്ന് നിരീക്ഷിക്കണം, മനസ്സെത്തണം. മനസ്സെത്തി നോക്കൂ. ശരീരം അനങ്ങാതെ നിശ്ചലമായി നിർത്തിക്കൊണ്ട് മനസ്സിനെ മാത്രം ചലിപ്പിച്ച് എവിടെ ശ്രദ്ധിക്കണം? അബ്ഡോമിൻ്റെ ഭാഗത്തേക്ക്, അബ്ഡോമിൻ്റെ മൂവ്മെൻറ്റിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ശ്വാസം എടുത്ത് വിടും. എങ്ങനെ ശ്വാസം എടുത്തിടുന്നു? റിലാക്സ്ഡ് ആയിട്ട്, കൺട്രോൾഡ് ആയിട്ട്. പൂർണ്ണമായും ശ്രദ്ധ ഉദരഭാഗത്തേക്ക് മാത്രം.
അങ്ങനെ സാധിച്ചാൽ പതുക്കെ നിങ്ങളുടെ ശ്രദ്ധ കാലിൻ്റെ വിരലിലേക്ക് കൊണ്ടുവരിക. ഒരു മനസ്സുകൊണ്ട് പറയുക, മെൻ്റലി സജസ്റ്റിങ് യുവർ സെൽഫ്. എൻ്റെ കാലിൻ്റെ വിരലുകൾ, കാലിൻ്റെ പാദങ്ങൾ, കാൽവിരലുകൾ, കാൽപാദങ്ങൾ പൂർണ്ണമായും അഴഞ്ഞ് അഴഞ്ഞ് വിശ്രമാവസ്ഥ. എൻ്റെ കണ്ണങ്കാലുകൾ, എൻ്റെ കാഫ് മസിൽസുകൾ, കണ്ണങ്കാലുകൾ, കാഫ് മസിൽസുകൾ പൂർണ്ണമായും അഴഞ്ഞ് അഴഞ്ഞ് വിശ്രമാവസ്ഥ. എൻ്റെ കാൽമുട്ടുകൾ, തുടമസിൽസുകൾ, കാൽമുട്ടുകൾ, തുടമസിൽസുകൾ പൂർണ്ണമായും അഴഞ്ഞ് അഴഞ്ഞ് വിശ്രമാവസ്ഥ. എൻ്റെ ഇടുപ്പ് സന്ധികൾ, എൻ്റെ പെൽവിക് റീജൻ, എൻ്റെ ഇടുപ്പ് സന്ധികൾ പൂർണ്ണമായും അഴഞ്ഞ് അഴഞ്ഞ് വിശ്രമാവസ്ഥ. എൻ്റെ ഉദരഭാഗം, എൻ്റെ ഹൃദയഭാഗം, ഉദരഭാഗം, ഹൃദയഭാഗം പൂർണ്ണമായും അഴഞ്ഞ് അഴഞ്ഞ് വിശ്രമാവസ്ഥ. എൻ്റെ നട്ടെല്ലിൻ്റെ ഏറ്റവും അടിഭാഗത്തെ മാംസപേശികൾ, നട്ടെല്ലിൻ്റെ നടുവിലത്തെ മാംസപേശികൾ, നട്ടെല്ലിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തെ മാംസപേശികൾ, നട്ടെല്ലിൻ്റെ എല്ലാ മാംസപേശികളും പൂർണ്ണമായും അഴഞ്ഞ് അഴഞ്ഞ് വിശ്രമാവസ്ഥ. എൻ്റെ കൈവിരലുകൾ, കൈപ്പത്തികൾ, കൈത്തണ്ടകൾ, കൈമുട്ടുകൾ, കൈയുടെ മാംസപേശികൾ, എൻ്റെ ഷോൾഡേഴ്സ്, എൻ്റെ രണ്ട് കൈകളും പൂർണ്ണമായും അഴഞ്ഞ് അഴഞ്ഞ് വിശ്രമാവസ്ഥ. എൻ്റെ മുഖത്തെ മാംസപേശികൾ, താടി, കവിൾത്തടങ്ങൾ, ചുണ്ടുകൾ, മൂക്ക്, കണ്ണുകൾ, കൺപുരികങ്ങൾ, നെറ്റിത്തടം, ശിരസ്. എൻ്റെ മുഖത്തെ മാംസപേശികൾ, എൻ്റെ ശിരസ് പൂർണ്ണമായും അഴഞ്ഞ് അഴഞ്ഞ് വിശ്രമാവസ്ഥ. എൻ്റെ ശരീരത്തിലെ എല്ലാ മാംസപേശികളും, എൻ്റെ ശരീരം പൂർണ്ണമായും അഴഞ്ഞ് അഴഞ്ഞ് വിശ്രമാവസ്ഥ. എൻ്റെ ആന്തരികമായ എല്ലാ അവയവങ്ങളും, എൻ്റെ ആന്തരികമായ എല്ലാ അവയവങ്ങളും പൂർണ്ണമായും അഴഞ്ഞ് അഴഞ്ഞ് വിശ്രമാവസ്ഥ. എൻ്റെ മനസ്സ് പൂർണ്ണമായും അഴഞ്ഞ് അഴഞ്ഞ് വിശ്രമാവസ്ഥ.
വിശ്രാന്തി 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 റിലാക്സ് 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 ശരീര അവബോധത്തിലേക്ക് തിരിച്ചു വരിക. അവയർനെസ് ബാക്ക് ഇൻ യുവർ ബോഡി. കാലിൻ്റെ വിരലുകളൊക്കെ പതുക്കെ അനക്കുക. കൈവിരലുകൾ അനക്കി, കാൽപാദങ്ങൾ അനക്കി, കൈപ്പത്തികളൊക്കെ അനക്കി, കാലൊക്കെ ചേർത്ത് വയ്ക്കുക. കൈ ചേർത്ത് വെച്ച് റോൾ യുവർ ഹെഡ് സൈഡ് ടു സൈഡ്, ലെഫ്റ്റ് ടു റൈറ്റ്,
റൈറ്റ് ടു ലെഫ്റ്റ്, ബാക്ക് ടു ദ സെൻറ്റർ. വലതുവശം ചരിഞ്ഞ് കിടക്കുക, കാൽമുട്ടൊക്കെ മടക്കി കൈ ഒരു പില്ലോ പോലെ ആക്കി സുഖമായിട്ട് കിടക്കും കേട്ടോ. ശേഷം കൈകുത്തി പതിയെ എഴുന്നേറ്റിരിക്കാം. കണ്ണടഞ്ഞിരിക്കട്ടെ. കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്രോസ് ലെഗ് ഒരു മെഡിറ്റേറ്റീവ് പോസ്റ്റ്, അല്ലെങ്കിൽ കാൽ നീട്ടിയോ നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റും അങ്ങനെ ഇരുന്നോളൂ കേട്ടോ. നട്ടലൊക്കെ നിവർന്നിരിക്കട്ടെ. ജസ്റ്റ് നമ്മൾ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. പറഞ്ഞ എല്ലാ ദിവസവും ചെയ്യുന്നതാണ്. എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് ഒബ്സർവ് യുവർ സെൽഫ്. സാവകാശത്തിൽ പതിയെ കൈപ്പത്തികളൊക്കെ തമ്മിൽ കൂടിത്തരുമ്പോൾ രണ്ടാമത് ചെറിയ ചൂട് കണ്ണുകളിലേക്ക് അകത്തേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഉള്ളംകൈയിലേക്ക് നോക്കിക്കൊണ്ട് സന്തോഷത്തോടുകൂടെ കണ്ണു തുറന്ന് വരാം. അറിയാം ടച്ച് നമശിവായ. എല്ലാവർക്കും ചെയ്യാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ റിലാക്സേഷനിലെ ഒരു എന്താ പറയുക ഡെപ്ത് ഉണ്ട്, അത് കൂടി വരും കേട്ടോ. നമുക്ക് നോട്ടീസ് ചെയ്ത് മനസ്സിലാവും, ശ്രദ്ധിച്ചാലേ മനസ്സിലാവും. എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇനി എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അല്ലേ. സന്തോഷം നമുക്ക് ഇത് ചെയ്ത് കഴിയുമ്പോൾ ഈ മാറ്റിൽ നിന്ന് എണീറ്റ് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടാകാൻ പാടില്ല, നിങ്ങൾ ഭയങ്കര ടെൻഷൻ ഫീൽ ചെയ്യാൻ പാടില്ല, എല്ലാം ഫ്രീ ആയിരിക്കണം. ഇതിൽ നിന്ന് എണീറ്റ് പോയാൽ പിന്നെ ഭയങ്കര ഹാപ്പി ആയിരിക്കണം. അങ്ങനെ ആയിരിക്കും, അങ്ങനെ ആവണം. ഈ യോഗ ചെയ്ത് പഠിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. നമ്മൾ മാറ്റിൽ വന്ന് 1.5 മണിക്കൂർ ക്ലാസ് ചെയ്യുന്നുണ്ടെങ്കിൽ സൂര്യ നമസ്കാരങ്ങളും പ്രാണായാമങ്ങളും ആസനം ഒക്കെ ചെയ്യണം. ആ മാറ്റിൽ നിന്ന് അവസാനം എണീറ്റ് പോകുമ്പോൾ ക്ഷീണം ഉണ്ടാവില്ല. കാരണം യോഗ ചെയ്യുമ്പോൾ ഗുണം അതാണ്, എനർജി കൂടുതൽ ഗ്രാസ്പ് ചെയ്യും, നമ്മൾ കുറച്ച് എനർജൈസ്ഡ് ആവും. ബാക്കിയുള്ള വർക്കൗട്ടൊക്കെ ഉപേക്ഷിച്ച് യോഗയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതാണ്. അങ്ങനെയൊക്കെ എൻ്റെ ഒരു ഭാഗമാണിത്. എനിവേ, അപ്പോൾ അത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ദിവസം കാണും വരെ വീണ്ടും നമസ്കാരം. നന്ദി.